ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി എംപുരാൻ്റെ ക്യാരക്ടേഴ്സ്, പോസ്റ്റേഴ്സ് എല്ലാം റിവീൽ ആയിരിക്കുകയാണ്. ദ ഫൈനൽ, ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ, എബ്രഹാം ഖുറേഷി അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ പോസ്റ്ററും എത്തിയിരിക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്രഹാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ട്രിയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ രണ്ടാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിന്റെ ലൊക്കേഷനും ഒക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരിക്കും ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി അബ്രഹാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്, ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എംപുരാൻ. ഇതിലും വലിയൊരു അപ്ഡേറ്റ് നമുക്കിനി സിനിമയെ പറ്റി കിട്ടാനില്ല. ആക്ച്വലി ലാലേട്ടൻ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ, ഈ ഒരു ട്രയോളജിയുടെ സെക്കൻഡ് പാർട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാം ഖുറേഷി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ, ആക്ച്വലി എബ്രഹാം ഖുറേഷിയുടെ ഡീറ്റെയിൽ വേർഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്കകത്തായിരിക്കും. അതുപോലെ തന്നെ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി എബ്രഹാം ഖുറേഷി കേരളത്തിലെത്തുന്നതുമായിട്ടാണ് കഥ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ തേർഡ് പാർട്ടിലേക്കുള്ള ലീഡും നമുക്ക് ഇട്ടിരുന്നു. അത് ഉറപ്പല്ലേ, ഇതൊക്കെ തേർഡ് പാർട്ടിലേക്ക് ലീഡ് ഇട്ടിരുന്ന കാര്യം ഉറപ്പാണ്. ലാസ്റ്റ് ആ ഒരു നമ്മൾ എന്തായാലും സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻറ്റ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു നമ്മളിതിൻ്റെ ഫുൾ ആ ഒരു കാർഡ്സ് നമ്മളെ ഡയറക്റ്റഡ് ബൈ എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പോഴും തിയേറ്ററിൽ വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. ഒരുവിധം എല്ലാ അത്രയും എന്നെ പിടിച്ചിരുത്തിയ എല്ലാ സിനിമകളുടെയും അവസാനം വരെ കാത്തിരുന്നുണ്ട്. റീസെൻ്റ്ലി ലാസ്റ്റ് ഞാൻ അങ്ങനെ ഇരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കോ ആയിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ആ ഒരു വെയിറ്റിംഗ് ഇതിനകത്ത് ഉണ്ടാവും. എന്തായാലും നമ്മൾ ആ ഒരു ഇതുപോലെ എന്താ ലീഡ് ഉറപ്പല്ലേ, ഇതൊന്നും ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പാണ്. നമ്മളെന്തായാലും അതൊക്കെ ഒന്ന് അങ്ങനത്തെ സംഭവം കാത്തിരിക്കാൻ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത് തീയാണ്, വെറു തീയല്ല, കാട്ട് തീ, വൈൽഡ് ഫയർ. എന്തായാലും ഇതിൻ്റെ പോസ്റ്റർ ഞാൻ ഇതിനകത്ത് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജ് 2 ഒരു കണ്ണ്, ലാലേട്ടൻ്റെ ഈ ഒരു പോസ്റ്ററിലെ ആ കണ്ണ് എൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുഴുവൻ രൂപം ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഡെവിൾസ് ഐ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ഭയങ്കര സൂക്ഷ്മമായൊരു നോട്ടം. ആക്ച്വലി ലൂസിഫറിൽ ഇതേപോലെ ഏറ്റവും ഭയാനകമായൊരു നോട്ടം നോക്കിയത് നമ്മുടെ ആ പോലീസുകാരൻ നമ്മളെ ലാലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ലാലേട്ടനെ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു നോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു നോട്ടമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പോലീസുകാരനെ വീട്ടിൽ പോയി പണിത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടം ഒരിക്കലും മറക്കില്ല അതൊന്നും. അപ്പോൾ അതാണ് ആ ഒരു ലൂസിഫറിൻ്റെ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തായാലും എനിക്ക് തോന്നുന്നു ലൂസിഫർ റിലീസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം, ഇതിൻ്റെ മുൻപ് മാർച്ച് 27 ഒരാഴ്ച മുൻപെങ്കിലും റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലൂസിഫർ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും എംപുരാൻ ഓൺ മാർച്ച് 27 കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ.
ഫാൻ ഷോ എനിക്ക് ടിക്കറ്റ് ഇനി അവൈലബിൾ ആണോന്നും അറിയില്ല. ഒരുവിധം ഒരുപാട് ഫാൻ ഷോസ് എല്ലാം വിറ്റുപോയി. ഇപ്പോൾ കവിത തിയേറ്ററിലൊക്കെ അപ്ഡേറ്റ് അനുസരിച്ച് ആ ഒരു ഫാൻ ഷോ വിറ്റുപോയി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബട്ട് എനിവേ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഫാൻ ഷോ കിട്ടുകയാണെങ്കിൽ എന്തായാലും പോയി കാണും മക്കളെ. ഇതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എത്ര ക്യാരക്ടേഴ്സിനെ ഇവർ കാണിച്ചിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റീസെൻ്റ്ലി മുരളി ഗോപി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖമാണെന്ന് തോന്നുന്നു. അതിനകത്ത് മമ്മൂക്ക ഉണ്ടോ എന്ന് അതിൻ്റെ ഒരു ആങ്കർ ചോദിച്ച സമയത്ത് നമുക്ക് ആദ്യം ഇല്ല എന്ന് പറയുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ടോ ഒരു ശബ്ദത്തോടു കൂടിയെങ്കിലും മമ്മൂക്ക അതിനകത്ത് വരും എന്നാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജും പറഞ്ഞു സിനിമയ്ക്കകത്ത് ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഈ ഒരു പാർട്ടിൽ ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ തേർഡ് പാർട്ടിലേക്കുള്ള ലീഡിലേക്ക് മമ്മൂക്ക വരില്ല എന്നൊന്നുമില്ല. വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മമ്മൂക്കയും ലാലേട്ടനും എല്ലാവരും ഒരുമിച്ചൊരു സ്ക്രീനിൽ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. വെയിറ്റിംഗ് ആണ്, അത്രയും വലിയ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇത് കിടുക്കി ലാലേട്ടൻ്റെ വളരെ കാലത്തെ, അതായത് ഏകദേശം എനിക്കൊന്ന് നേര് കഴിഞ്ഞ് വാലിബൻ അല്ലേ, ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ അത് കഴിഞ്ഞ് ലാലേട്ടൻ വീണ്ടും തിരിച്ചു വരികയാണ്. അതും ചെറിയൊരു വരവല്ല. ബാക്കി മാർച്ച് 27 നമുക്ക് കാണാം.